നീ അവിടെ വാഴയും വെട്ടിക്കൊണ്ട് നിന്നോ? ഓരോരുത്തവന്മാര് പേരയ്ക്കയും പറിച്ചോണ്ട് പോന്ന നീ അറിയുന്നില്ല. എടാ ചെക്കാ, നീ രാവിലെ എന്തോടുക്കുവാടാ? ഞാൻ രാവിലെ അങ്ങ് ഇറങ്ങി അമ്മായി. ഇച്ചിരി വാഴയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചതാ. എന്താ അമ്മായി രാവിലെ ഇങ്ങോട്ട്? എടാ അവള് വിടില്ലയോടാ? ഉണ്ടമ്മായി, അകത്തവിടെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നീ അവളെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. എന്തിനാന്നോ? അവൾ 24 മണിക്കൂറും ഫോണും ചെവി വെച്ചോണ്ടായിരിക്കും. അത് പറയട്ടെ, അവളെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. നീ വാടാ ചെക്ക, പറയട്ടെ, വാ. നീ ആ രാഘവൻ പിള്ളേർ അവിടുത്തെ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ? എന്തുവാ? അവിടുത്തെ മൂത്ത മരുമോൾ എന്തിയേ? എന്തോ പോയെന്നല്ലേ പറഞ്ഞ? ആരുടെ കൂടാ പോയേ? ഏതോ ഒരുത്തനല്ല, അവിടെ കൂടെ പണ്ട് പഠിച്ചൊരുത്തൻ. ഫോൺ വിളിച്ച് കൂട്ടുകാരനാന്ന് പറഞ്ഞു. അവസാനം കൂട്ടുകാരൻ അവളെ കൊണ്ടൊരു പോക്കങ്ങ് പോയില്ലയോ? ശരിയാ, അവളെ എനിക്ക് വിശ്വാസമാണ്. അത് ശരിയാന്നല്ലോ. പിന്നെ ആ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിൽ എന്തോ നടന്നേ? അവരുടെ ഒരു കൊച്ചുമോളുണ്ടല്ലോ, ഇവിടെ PSC പഠിത്തക്കാരി, ഓർമ്മയുണ്ടോ? ഇവിടെ കൂട്ടുകാരി, അവളിപ്പോ എന്തിയേ? അവക്കെന്താ പറ്റി? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾ ആ പാല് കൊണ്ടുവരുന്ന ആ ഒരു രാമുവോ ഏതോ ഒരുത്തനുണ്ടല്ലോ, അവന്റെ ഒരു കൊച്ചു ചെറുക്കനുണ്ട്, ഒരു മോൻ. അവന്റെ കൂടെ പോയി. ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ല. അറിഞ്ഞില്ല അമ്മായി. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടിയേ. ചെറുക്ക, നീ ഇവക്കൊന്നും കൊടുക്കത്തില്ലയോടാ? ഇവളങ്ങനെ ഒന്നും കഴിക്കത്തില്ല അമ്മായി. ആണോ? ചായ എടുക്കട്ടെ? എടുക്കും മോളെ, നീ പോയി പണി എടുത്തോടാ. ചെല്, ഞാനിപ്പൊ ഇവിടെ അങ്ങ് ഇരുന്നോളാടി മോളെ. എനിക്ക് ചായ ഒന്നും വേണ്ട, ഇച്ചിരി ചൂടുവെള്ളം മതി. അതിങ്ങ് എടുക്ക്, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ ശരി, എടുത്തോണ്ട് വരാം. എന്തുവാടി, അരി അടപ്പത്തിട്ടേക്ക് വന്നോടിയേ? ഇല്ല, കാണത്തുമില്ല, തീ ഇല്ല. ആ തള്ളയുള്ളപ്പോ എന്തോരം കാര്യങ്ങളായിട്ട് ചെയ്തോണ്ടിരുന്നത്. കൊണ്ടുവാ. തീ ഇല്ല മോളെ, തീ അരിക്കടി മോളെ. തള്ള പണി തുടങ്ങി വന്നപ്പം തൊട്ട്. എടി മോളെ, നിന്റെ KSC കാച്ചിങ് ഒക്കെ എങ്ങനെ പോന്നടിയേ? KSC അല്ല അമ്മാവി, PSC. എന്തോ ആയാലും ഒന്നല്ലയോ, പഠിക്കാൻ പോവല്ലയോ നീ? ആന്നെ. നിനക്ക് ഈ വർഷമെങ്കിലും റാങ്ക് കിട്ടുവോടി മോളെ? ഇതെങ്ങനെ എപ്പോഴും ഫോണിൽ തോണ്ടിക്കൊണ്ടല്ലയോ നീ ഇരിക്കുന്നേ? പിന്നെ എങ്ങനെ നിനക്ക് റാങ്ക് കിട്ടാനാ? നീ അറിഞ്ഞായിരുന്നോടി മോളെ? എന്തോ അമ്മാവി? നിന്റെ ആ കൂട്ടുകാരി പെങ്കൊച്ചില്ലയോ, അവളാ രാമുവിന്റെ കൊച്ചുമോന്റെയോ മോന്റെയോ കണ്ട് കൂടെ പോയത്? അറിഞ്ഞായിരുന്നു. അതിന് അമ്മായിക്ക് എന്നാ? അമ്മായി എന്തിനാ ഇങ്ങനെ നാട്ടുകാരുടെ കൊച്ചൊക്കെ പറഞ്ഞു നടക്കുന്നേ? അയ്യോ അമ്മച്ചിയെ, ഞാനൊന്നും പറഞ്ഞല്ല, അറിഞ്ഞോന്ന് ചോദിച്ചതാ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മാവി. എന്തിനാ നമ്മള് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? രാജുവാണോ രാജിയാണോ നാക്കറിയാം. അവനെ നീ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോടിയേ? എന്തോ ശ്രദ്ധിക്കാനാ അമ്മാവി? നീ ദേഷ്യപ്പെടണ്ട കൊച്ചേ. അവനിങ്ങനെ രാജുവിനെയും രാധയും രാജിയൊക്കെ പലപ്പോഴും വിളിക്കുന്നുണ്ട്. അമ്മാവി കണ്ടിട്ടുണ്ടോ? നീ രാവിലെ ക്ലാസ് ഒന്നും പറഞ്ഞിട്ടങ്ങ് പോകത്തില്ലയോ? പിന്നെ അവൻ ഈ പറമ്പത്തിറങ്ങി ഹലോ 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 ഇതേ ഉള്ളു. റേഞ്ച് കിട്ടാതെ അവനങ്ങ് പോവും. നീ ഇവിടെ ഇരിക്കും. അമ്മായി ഓഫ് ചെയ്യാത്ത റേഡിയോ പോലെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാണ് അമ്മാവൻ 2-3 വർഷമായിട്ടും ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാത്തത്. അതോടിയേ, നിന്റെ അമ്മാവൻ വന്നാലും വന്നില്ലെങ്കിലും അങ്ങേരെപ്പ മൂത്രം ഒഴിക്കുന്നു, അങ്ങേരെപ്പ കിടക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. നീ രാവിലെ ഈ PSC പഠിത്തമെന്നും കൊണ്ട് പോകുമ്പം അവൻ എന്താ ഇവിടെ ചെയ്യുന്നത് നീ അറിയുന്നുണ്ടോടിയേ? അമ്മാവിക്ക് ഇപ്പൊ എന്തോ വേണം? നിനക്ക് അവന്റെ മേലൊരു കണ്ണ് വേണം. അവന്റെ ഫോണിൽ ഈ കറക്കുന്ന സാധനം ഉണ്ടല്ലോ, വരയിട്ട് പിടിക്കുന്നേ, അത് നിനക്കറിയാമോ? എടി, വരച്ച് ഫോൺ തുറക്കത്തില്ലയോ? പാറ്റേനോ? എന്തായാലും അത് നിനക്കറിയാലോ. ഇപ്പൊ ആ വര നിനക്കറിയാം, പക്ഷെ നിനക്ക് തുറക്കാൻ പറ്റാത്തൊരു വരയാവില്ല. അന്നേ നീ പഠിക്കുമോളെ. ഇപ്പൊ കാണിച്ചുതരാം അമ്മാവി. സുനിലേട്ടാ, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. എന്താടി മോളെ, തോണ്ടിയിട്ടും കറക്റ്റ് വര നിനക്ക് കിട്ടിയില്ലയോ? ഇപ്പൊ മനസ്സിലായോ? അവൻ വര മാറ്റുന്നിടത്തോളം ഉള്ളായിരുന്നു നിന്റെ പിടി. അവൻ വര മാറ്റി, വേറെ വരകൾ ഇനി ഈ കുടുംബത്ത് വരും. മനസ്സിലായോ? തള്ളയുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കിട്ട് അങ്ങനെ എവിടെ പോയി കിടക്കുവാ? ഇയാൾ എന്തിനാ ഫോണിന്റെ പാസ്വേഡ് മാറ്റിയത്? അതാ ചോദിച്ചു, എന്തിനാ മാറ്റിയെന്ന്. അതെന്തിനു മാറ്റി എന്നോടൊന്ന് ചോദിക്കണ്ടേ? മക്കളെ ശരി മക്കളെ, എങ്കിൽ ഞാൻ പോട്ടെ.